ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കാവ് കാണിച്ചു തരാം. നമ്മളുടെ നാട്ടിലെ ഒരു കാവ്. കിഴക്കമ്പലത്ത് വിലങ്ങുകരയിലെ ദേശത്തിൻ്റെ ദേവിയാണ് ഈ ഭദ്രകാളി ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രം രുദ്രക്കാവാണ്. വിലങ്ങ് ദേശത്തിൻ്റെ ദേവതയാണ് ഇത്. കാരണം ഇവിടെ ഒരു ദേവപ്രശ്നം നടക്കേണ്ടതിന് മുമ്പ്. അപ്പോഴാണ് ഇത് ദേവത, ഈ ദേവിയാണ് വിലങ്ങ് ദേശത്തിൻ്റെ ദേവി. ഇതും വിലങ്ങ് മഹാദേവൻ വിലങ്ങിലുള്ളത്. വിലങ്ങ് മഹാദേവൻ അത് കിഴക്ക് ഭാഗത്തായിട്ട് വിലങ്ങ് മഹാദേവനുണ്ട്. ഇത് നമ്മുടെ രുദ്രക്കാവെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇവിടെ നമ്മൾ വിളക്ക് വയ്ക്കാനായിട്ട് നമ്മൾ സ്ഥിരം എല്ലാ ദിവസമൊന്നും പൂജയില്ല. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ പോയി വിളക്ക് വയ്ക്കും. ഈ ആൾക്കാർ രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് വയ്ക്കും. പിന്നെ ഞായറാഴ്ചകളിൽ മാത്രം നമുക്കിവിടെ പൂജയുള്ളൂ. ഞായറാഴ്ച നമുക്ക് പൂജയുണ്ട്. പിന്നെ ഒരു മാസത്തിൽ സംക്രാന്തി ദിവസം ഒരു പൂജയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ അന്ന് പൂജയുണ്ട്. അങ്ങനെ ഉള്ളൊരു ക്ഷേത്രമാണിത്. പണ്ട് ഇവിടെ ഒരു ക്ഷേത്രമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ ക്ഷേത്രം നമ്മൾ കുറച്ച് കാലങ്ങളായുള്ളൂ ഇതിവിടെ പണിത് വെച്ചിട്ട്. അതിന് മുമ്പ് പണ്ട് അവിടെ ഒരു കല്ലാണ് ഉണ്ടായിരുന്നത്. ആ കല്ലിൽ വിളക്ക് വെക്കണത് കണ്ട കാലത്താണ് ഞങ്ങളിവിടെ വരണത്. ഞങ്ങൾ ഈ പരിസരത്ത് വന്ന് ഈ സ്ഥലം മേടിച്ചതും ഈ അമ്പലത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഞങ്ങൾ. ശരിക്കും ഞങ്ങളുടെ ദേവി, ഞങ്ങളുടെ ഭഗവതി, കാവും കാവിലമ്മയെന്ന് പറയണ പോലെ ഞങ്ങളുടെ ഭഗവതിയാണ് ഭഗവതി കാവിലമ്മ. ഞങ്ങൾക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എല്ലാം മാറ്റി തരൂട്ടോ. നല്ല ശക്തിയുള്ള ദേവതയാണ്, ഭദ്രകാളിയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മയോട് പ്രാർത്ഥിക്കുന്ന കുറേ നല്ലവരായ മനുഷ്യർ ഇവിടെ ഉണ്ട്. ഒരുപാട് പേരുണ്ട് ഭദ്രകാളി ഈ അമ്പലമായിട്ട് ചുറ്റിപ്പറ്റി ഇവിടെ സങ്കടങ്ങൾ തീർത്ത് പോകുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും വരും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂജയുള്ള സമയത്ത് അവരൊക്കെ ഇത്തിരി ദൂരെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അടുത്തായതുകൊണ്ട് ഞങ്ങളും അതുപോലെ വേറെ ഇവിടെ അടുത്തുള്ളൊരു ഫാമിലി ഉണ്ട്, അവരൊക്കെയാണ് വിളക്ക് വയ്ക്കിപ്പോൾ. അങ്ങനെ ആർക്കെങ്കിലും മുടക്കം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾ ചെയ്യും. അങ്ങനെ പോണു. ഇതിനു മുമ്പ് ഒരു കർത്താക്കന്മാരാണത് വിളക്ക് വെച്ചുകൊണ്ടിരുന്നത്. അത് പണ്ട് ഇതൊരു ദേശദേവതയായിരുന്നു. സ്വയംഭൂ ആയ ഒരു ദേവിയാണ് കേട്ടോ ഭദ്രകാളി ദേവി അമ്മ ഭദ്രകാളി നല്ല സ്വയംഭൂ ആണ്. ഇവിടെ നാല് താഴികക്കുടങ്ങളാണ് അമ്മയ്ക്കുള്ളത്. 4 നനഞ്ഞിരിക്കുന്ന ദേവിയാണ് ഇവിടെ. കണ്ടോ, ഇത് വെള്ളത്തിൻ്റെ നടുക്കാണ് താമര തടാകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു സാറ്, ഒരു എൻജിനീയർ സാറാണ്, അയ്യപ്പൻ സാറെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ താമരത്തടാകം കാണുമ്പോൾ അയ്യപ്പ സാറിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. എത്രയോ കഷ്ടപ്പെട്ട് ഇത് ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു അമ്പലമായിട്ട് പണിത് വെച്ചു. മറ്റെല്ലാവരും കൂടെ പണിത് വെച്ചു, ആളുകളെല്ലാം കൂടെ സഹകരിച്ച്. പിന്നീട് ഇതിനെ തേപ്പും അതുപോലെ ഈ ചുറ്റിയുള്ള ഈ താമരത്തടാകവും അതുപോലെ പറ്റാവുന്ന ഷീറ്റൊക്കെ ഇട്ട് ആ മേളിലൊക്കെ സൈഡിൽ നമുക്ക് നനയാത്ത രീതിയിലെല്ലാം നിന്ന് തൊഴുവാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു. താമരത്തടാകം എത്ര ഭംഗിയായിട്ട് അവർ തീർത്തതെന്നറിയാമോ? അവർ ആ എൻജിനീയർ സാറും ചേച്ചിയും ഒക്കെ, അവർക്ക് ചേച്ചിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ആ ചേച്ചി ഇവിടെ വന്ന് അതെല്ലാം പണി കഴിപ്പിച്ചു. അത് നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ എൻജിനീയർ സാർ ഇല്ല, ചേച്ചിയുണ്ട്. ചേച്ചിക്ക് അങ്ങനെ അധികം നടക്കാനും പറക്കാനും ഒന്നും പാടില്ല. കണ്ടോ, തിടപ്പള്ളി പോലെയൊക്കെ ഉണ്ടാക്കി തന്നു. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എല്ലാം ആയി വരണേ ഉള്ളൂ. അത് അമ്പലത്തിൻ്റെ കിണറാണ് കേട്ടോ. താമര തടാകത്തിൽ എന്നും ചുറ്റ് വെള്ളമാണ്. ദേവി ഇരിക്കണതിന് ചുറ്റും മുഴുവൻ വെള്ളമായിട്ട് അമ്പലം നടുക്കാണ് ഈ ദേവീ ക്ഷേത്രം. നല്ല വെളിപ്പുറത്ത് എന്ത് കാര്യം നമ്മൾ മനസ്സിൽ വരുത്തി വിളിച്ചു വയ്ക്കുക. ഒരു കുറച്ച് ദിവസം നമ്മളിവിടെ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ എല്ലാം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ദേവിയെ ആശ്രയിച്ചാണ്. ദേവിയാണ് ഞങ്ങളുടെ രക്ഷ. എത്ര പേരാണെന്നറിയാമോ ഇവിടെ ഈ ദേവി എന്നും പറഞ്ഞുകൊണ്ട് ആയിട്ട് ഈ ദേവിക്ക് വേണ്ടി സമർപ്പിച്ച് നടക്കുന്ന കുറേ സാധുജനങ്ങളുണ്ട് ഇവിടെ. ഇത് പാടത്തിരിക്കണ ദേവി, പാടത്താണ്, ചെളിയും വെള്ളമാണ് കൂടുതലും. ഇത് അമ്പലത്തിൻ്റെ കുളം. ഞങ്ങൾ കാവിൽ പോയി വിളക്ക് വയ്ക്കാൻ പോകുമ്പോൾ ഇന്ന് നല്ല മഴയാണ്. അപ്പം പോണ വഴിയൊന്നും കാണിക്കാൻ പറ്റില്ല. പാടത്തിൻ്റെ കൂടെയല്ലേ പോകുന്നേ, അവിടെ കൂടെ പോകുമ്പോൾ വീഴും. അത് കാരണം അതൊന്നും കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് അമ്പലക്കുളമാണ്. ഇത് ചുറ്റും പാടങ്ങളാണ്. പാടം കണ്ടോ. ആ ആൾക്കാർ പരിസരത്ത് ഒരു വീടുള്ളൂ തൊട്ടടുത്തായിട്ട്, അല്ലാതെ ഇത്തിരി നീങ്ങിയാണ് എല്ലാ വീടുകളും. എന്നാലും ഈ ദേവിക്ക് ഭയങ്കര ശക്തിയാണ്. നമുക്ക് എന്ത് മനസ്സിലൊരു സങ്കടം തോന്നിയാലും നമ്മൾ ഭഗവതിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് വന്നാൽ മതി. നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും. കണ്ടോ,
ഇത് എല്ലാം ചെളിയാണ്, ചെളി വെള്ളമൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ ചെളിയും വെള്ളവും ഉണ്ട് പരിസരം. ഇവിടെയൊക്കെ നന്നാക്കാനുണ്ട്, ഒന്നും നന്നാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇത് പണ്ട് സ്വയംഭൂ ആയിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു ദേവപ്രശ്നം നടക്കേണ്ടായി ഇതിനു മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ നിന്ന് അവിടെ ദേവപ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു ഇത് പണ്ടൊരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം ഏതോ ഭൂചലനം ഉണ്ടായപ്പോഴോ എങ്ങനെയോ അത് മണ്ണിൻ്റെ അടിയിൽ പോയി എന്നും അത് കുഴിച്ചു നോക്കിയാൽ നമുക്കിത് ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുമെന്നും പറഞ്ഞിട്ട് ഇത് അങ്ങനെ കുഴിച്ചു നോക്കാൻ വേണ്ടി നോക്കി. അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഈ അമ്പലത്തിൻ്റെ പണ്ടുണ്ടായിരുന്ന അവശിഷ്ടങ്ങളുടെ കല്ലുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ കല്ലുകളെല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, നല്ല നീളത്തിലുള്ള കല്ലുകൾ. അതെല്ലാം നമ്മൾ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ മണ്ണ് കുഴിച്ച് കിട്ടിയതാണ്. ദേവപ്രശ്നത്തിലൂടെയാണ് ഞങ്ങളതൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ ദേവാലയവും ഞങ്ങളുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ വിളക്ക് വയ്ക്കും, ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവതിയോട് പറയും. ഭഗവതി അതെല്ലാം നീക്കി ഞങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാനൊക്കെ ഇതാണ് ഈ കല്ലുകളാണ് നമുക്ക് അത് കഴിച്ചപ്പോൾ കിട്ടിയേക്കണത്. ഇപ്പോൾ അത് പണ്ടത് ഇങ്ങനെ നീളത്തിലുള്ള കല്ലുകൾ, അത് വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ 5000 അത്ര വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് ഉണ്ടായ ഒരു കല്ലുകളാണ് കേട്ടോ ഈ പറക്കിയിട്ടേക്കുന്നത്. അത് ഭൂമിക്ക് അടിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ അമ്പലമൊക്കെ ഇവിടെ ഉണ്ടായതിന് ശേഷമാണ് ഇത് കുഴിച്ചെടുത്ത് വന്ന് പണ്ട് ഇതൊരു ക്ഷേത്രം. പണ്ട് രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അമ്പലമായിരുന്നു എന്നാണ് പറയണേ. കണ്ടോ, ഭദ്രകാവിലെ ഭഗവതിക്ക് നല്ല ശക്തിയാണ്, ഭദ്രകാളിയാണ്. എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോവുമോ മോഷണം പോവുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവതിയോട് പറഞ്ഞാൽ മതി, ഭഗവതി അത് കാട്ടിത്തരും. ഒരു നെയ്വിളക്കോ അങ്ങനെ നേർന്നാൽ മതി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമുണ്ട്. ഒരു ചേച്ചിയുടെ ഒരു മാല ഇവിടെ പോയി, പുല്ലി എത്താൻ വന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ മാല പോയിട്ട് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഈ കാവിൽ നെയ്വിളക്ക് കത്തിച്ചു. ഒരു ക്രിസ്ത്യൻ ആണ് ചേച്ചി. നെയ്വിളക്ക് കത്തിക്കാൻ ഒരു ചേച്ചി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇവർ കത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ നിന്ന് കിട്ടി. അത് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സ്വർണ്ണമാല കിട്ടണമെന്ന് പറയണം. 2-3 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല. അങ്ങനെ ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് സംഭവം. ഈ ദേവിയുടെ പല ഇതും കൂടെ